ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. ഒരുപാട് വിദേശ താരങ്ങളെ ക്ലബ്ബ് കൈവിട്ടിട്ടുണ്ട്. പകരക്കാരെ ഇതുവരെ ക്ലബ്ബ് എത്തിച്ചിട്ടില്ല. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ISLൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അൺസർട്ടനിറ്റി തുടരുകയാണ്. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ നീക്കങ്ങൾ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്താത്തത്. ഏതായാലും ഇതേക്കുറിച്ച് അഭിക് ചാറ്റർജിയോട് ചോദിച്ചിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ വാർത്തകൾ വല്ലതും ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിന് വ്യക്തമായ ഒരു മറുപടി അഭിക് നൽകിയിട്ടുണ്ട്. അതായത് ISLൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പുകൾ ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ട്രാൻസ്ഫറുകൾ നടത്താത്തത്. ജനുവരി വരെ ഈ ഒരു സ്ഥിതി തുടർന്നേക്കും എന്നൊക്കെയാണ് അഭിക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കമൻറ്റ് അതൊരു വലിയ കമൻ്റാണ്. അതിങ്ങനെയാണ്: ഞാൻ വളരെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞു തരാം. ഒന്നാമത്തേത്, ISLന് പുതിയ ഒരു ടെൻഡർ ക്ഷണിക്കാനുണ്ട്. 2, ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്ണറെ നിശ്ചയിക്കേണ്ടതുണ്ട്. 3, ലീഗിൻ്റെ ബ്രോഡ്കാസ്റ്ററെ തീരുമാനിക്കേണ്ടതുണ്ട്. 4, ബ്രോഡ്കാസ്റ്റിലൂടെ ഓരോ മത്സരങ്ങൾക്കും എന്ത് വരുമാനം ലഭിക്കുമെന്നും ഓരോ ക്ലബ്ബുകൾക്കും എന്ത് പ്രവർത്തന ചിലവ് വരുമെന്നും നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട്. 5, ക്ലബ്ബുകൾക്ക് കൊമേഴ്ഷ്യൽ പാർട്ണർമാരെ ലഭിക്കേണ്ടതുണ്ട്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാതെ ഞങ്ങൾക്ക് ബജറ്റ് ചെയ്യാനോ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കാനോ കഴിയില്ല. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരാതെ പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അന്ധരാവാൻ നമുക്ക് കഴിയില്ല. മറ്റുള്ള ക്ലബ്ബുകളുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇതാണ് നിലവിലെ സ്ഥിതി വരുന്നത്. ഈ സ്ഥിതി ജനുവരി വരെ തുടർന്നേക്കും. ഇത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അറിയാം, പക്ഷെ യാഥാർത്ഥ്യം ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ സൈനിങ്ങുകൾ ഒന്നും നടത്താൻ കഴിയില്ല എന്നാണ് അഭിക് പറഞ്ഞിട്ടുള്ളത്. ജനുവരി വരെ ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും തുടരാൻ സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ISL ഈ അടുത്തൊന്നും തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നില്ല. മിക്കവാറും അത് ഡിസംബർ മാസത്തിലായിരിക്കും തുടങ്ങുക. പിന്നീട് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരിക്കും ക്ലബ്ബുകൾ സജീവമായി കൊണ്ട് പ്രവർത്തിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.